ഈ പലതരം പാരൻറ്റിങ്ങുകൾ നിലവിലുണ്ട്. മിക്കവാറുമൊക്കെ നമ്മളെ എങ്ങനെയാണോ നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിയത് അതേ രീതിയിൽ കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇൻസ്റ്റിങ്ക്റ്റീവ് പാരൻറ്റിങ് എന്നാണ് പറയുന്നത്. എന്നെ തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ട്രാൻസ്ലേറ്റ് സെയിം ടു മൈ ചൈൽഡ്. അപ്പം ഞാൻ മറന്നു പോകുന്നൊരു കാര്യം, നല്ലതാണ് മൂല്യങ്ങൾ കുടുംബത്തിൻ്റേത് അടുത്ത തലമുറയ്ക്ക് വിനിമയം ചെയ്യാം. പക്ഷെ പ്രശ്നം 25 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ അടി കൊള്ളുന്ന സമയത്ത് എൻ്റെ അയൽ വീട്ടിൽ സുഹൃത്തുക്കളുണ്ടായിരുന്നു, എൻ്റെ കസിൻസൊക്കെ അടുത്തുണ്ടായിരുന്നു. ഈ അടി കൊണ്ടാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവരാരെങ്കിലും ഓടി വരും, ഞങ്ങൾ പോയി പന്ത് കളിക്കും, രാത്രിയാകുമ്പോൾ ഈ അടി കിട്ടിയത് പോലും മറന്നു. ഇന്ന് അങ്ങനല്ല. ഈ ഫ്ലാറ്റിൽ കഴിയുന്ന ഒരു കുട്ടി മാത്രമുള്ള കുടുംബം, അല്ലെങ്കിൽ 2 കുട്ടികളുണ്ട്, 2 പേരും തമ്മിൽ സംസാരിക്കാറില്ല, അങ്ങനത്തെ ഒരു കുടുംബം എന്ന് വിചാരിക്കുക. ഈ അടി കിട്ടിയ കുട്ടി താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ആലോചിക്കുകയാണ്, ഇത് എന്താണ് എനിക്ക് അടി കിട്ടിയത്. അച്ഛൻ അടിക്കുന്ന സമയത്ത് ഇന്നതിനാണ് അടിക്കുന്നതെന്ന് പറയത്തില്ല, കുറച്ച് ശബ്ദവിക്ഷേപങ്ങൾ മാത്രമല്ലേ കാണത്തുള്ളൂ. അതിനിടയിൽ ആ മെസ്സേജ് ഡൈല്യൂട്ടഡായി പോകുമല്ലോ. അപ്പോൾ കുട്ടി അവസാനം തീരുമാനിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നെ വെറുപ്പാണ്, അതുകൊണ്ടാണ് എന്നെ അടിച്ചത്. അങ്ങനെ വന്നാൽ ആ കുട്ടി തൂങ്ങിച്ചാകാൻ കയറന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ പലതരത്തിലുള്ള പാരൻറ്റിങ് രീതികൾ പണ്ടും നിലനിന്നിട്ടുണ്ട്. അതോറിറ്റേറിയൻ പാരൻറ്റിങ് പല വീടുകളിലും അതായിരുന്നു. അച്ഛൻ കൽപ്പിക്കുന്നു, അനുസരിച്ചുകൊള്ളുക, തിരുവായ്ക്ക് എതിർവായില്ല. പക്ഷേ ഇന്ന് വ്യക്തികളുടെ അവകാശം, ഡെമോക്രസി എന്ന സംഗതിക്ക് വലിയ പ്രാധാന്യമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ അത് ചിലവാകില്ല. അത് വർക്കൗട്ടാവാത്തതിൻ്റെ ഒരു കാരണം, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം ചെറിയ ചെറിയ ഡോസിൽ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാലേ ഈ സ്വാതന്ത്ര്യം എങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യണം എന്നൊരു ധാരണ കിട്ടും. ഇല്ലെങ്കിൽ 17 വയസ്സ് വരെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല, ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തുകയാണ് ആ പ്രായത്തിൽ. ഈ സ്വാതന്ത്ര്യം എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ എല്ലാ പരീക്ഷണങ്ങളും കൂടെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അങ്ങ് നടത്തി കളയും, മൊത്തം നാശമാവും. മറ്റേത് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി, കുറച്ച് വീഴ്ചകളൊക്കെ പറ്റി, കുറച്ച് പഠിച്ച് ഇത്തിരി വെളിവ് വന്നിട്ടാണ് പോകുന്നത്, അല്ലേ? ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, പെർമിസീവ് പാരൻറ്റിങ് ഓർ ഇൻ്റലിജൻറ്റ് പാരൻറ്റിങ്. എല്ലാം സാധിച്ചു കൊടുക്കും. എല്ലാം സാധിച്ചു കൊടുത്താലും കുഴപ്പമാണ്. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ സ്വപ്നം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ബൈക്ക് വേണം, കാറ് വേണം, പ്ലെയിൻ വേണം. ഒരു ലെവൽ കഴിയുമ്പോൾ സാധിച്ചു കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ക്രാഷ് ലാൻഡ് ചെയ്യും, ഒരു പ്രതിസന്ധി വരും. നെഗ്ലക്റ്റഡ് പാരൻറ്റിങ് എന്നൊരു രീതിയുണ്ട്. നെഗ്ലക്റ്റഡ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ 2 പേരും, മാതാപിതാക്കൾ 2 പേരും തിരക്കിലാണ്, സമയമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കിട്ടിയാൽ ആ സുഹൃത്തിൻ്റെ വഴിക്ക് പോകും. 99% അൺഹെൽത്തി ഇൻഫ്ലുവൻസസ് ആയിരിക്കും. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്, ഇതാണ് ഏറ്റവും നല്ലൊരു പാരൻറ്റിങ്. ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അഫെക്ഷൻ വിത്ത് ഡിസിപ്ലിൻ. അച്ചടക്കവുമുണ്ട്, സ്നേഹവുമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്, ഉത്തരവാദിത്വബോധവുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി. ആ റെസ്പോൺസിബിൾ ആക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് പറഞ്ഞല്ലോ. ഓരോന്ന് ഏൽപ്പിക്കുക, അതിൽ നിന്ന് പഠിക്കാൻ അവസരം കൊടുക്കുക, അത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്ലേസും കൊടുക്കുക. 2 മണിക്കൂർ പുറത്തു പോയി കളിക്കാൻ അവസരം കൊടുക്കുക. നമുക്കൊന്ന് ദൂരെ നിന്ന് നിരീക്ഷിക്കാം, മൈക്രോ മാനേജ് ചെയ്യണ്ട. പോയി കളിച്ച് അടികൂടി വഴക്കിട്ട് ആ വഴക്കെങ്ങനെ പരിഹരിക്കണമെന്ന് പഠിച്ച്, പറ്റുന്നില്ലെങ്കിൽ വന്ന് ചോദിക്കട്ടെ. അപ്പോൾ നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്താൽ മതി, വി ആർ ഓൾവേസ് ദെയർ ഫോർ യു, യു ക്യാൻ ഡിസ്കസ് എനിത്തിങ് വിത്ത് അസ്, ബട്ട് യു ഷുഡ് ട്രൈ ടു ലേൺ ടു മാനേജ് യുവർ പ്രോബ്ലംസ് ബൈ യുവർ സെൽഫ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഈ ഒരു മെസ്സേജാണ് കൊടുക്കുക. പറ്റുന്ന പോലെ നീ നോക്കുക, പറ്റുന്നില്ലെങ്കിൽ പറയൂ, വി ആർ ദെയർ. അപ്പോൾ ആ ഒരു സേഫ്റ്റി നെറ്റ്വർക്ക് അവിടെ കിടപ്പുണ്ട്. എന്നാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഗതികളും ഉണ്ട്. പിന്നെ ഈ അടി, കോർപ്പറൽ പണിഷ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിധിയിൽ കൂടുതൽ അടിക്കാൻ പറ്റില്ല, അല്ലേ? തല്ലി കൊല്ലാനൊന്നും പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. പിന്നെ അത് വർക്കൗട്ട് ആവാം. അതിലും നല്ലത് കോഗ്നിറ്റീവ് സൈക്കോളജി പറയുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ ഒന്ന് അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ നെവർ ഗിവ് ബ്ലാങ്കറ്റ് പ്രൈസസ്. നീ ലോകത്തിലെ ഏറ്റവും മഹാനായ കുട്ടിയാണെന്നൊന്നും പറഞ്ഞു കളയരുത്. യു വിൽ ബ്രീഡ് എ നാർസിസിസ്റ്റ്. ഒരു ആത്മാനുരാഗിയായിരിക്കും നിങ്ങൾ സൃഷ്ടിക്കുന്നത്. അവൻ നാളെ ലോകത്തിന് മൊത്തം വിനയായി മാറും. അതിന് പകരം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രൈസ്, സ്പെസിഫൈ ദാറ്റ് ആൻഡ് പ്രൈസ്. അറ്റ് ദ സെയിം ടൈം ഗീവ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there are others of his age who are better than him in specific domains. പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മഹാനെന്ന് പറയരുത്. നിൻ്റെ അടുത്തിരിക്കുന്ന കണക്കിന് മുട്ട വാങ്ങിയ മനുഷ്യന് ഒരു ബൾബ് കേടായാൽ മാറ്റിയിടാൻ അറിയാം, നിനക്കതിനറിയില്ല. കായിക മത്സരത്തിൽ ഫിസിക്സിൽ 4 വാങ്ങിയ മനുഷ്യന് 1ാം സ്ഥാനം നേടുന്നുണ്ട്, നിനക്കത് പറ്റുന്നില്ല. സോ ദാറ്റ് ഹി ലേൺസ് ടു റെസ്പെക്റ്റ് ഓൾ പ്രൊഫഷൻസ്.
അത് അത്യാവശ്യം, അങ്ങനെ വേണം പോകാൻ. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സംഗതിയുണ്ട്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു മോശപ്പെട്ടൊരു സാധനം, ഒരു നല്ല പെരുമാറ്റം കാണിക്കുന്ന ദിവസം ഒന്ന് വിട്രോയി. ഇപ്പോൾ +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ ജോലിയാണ് ഡിന്നർ കഴിഞ്ഞ് വീട്ടിലെ പാത്രമെല്ലാം കഴുകി വെക്കുക. അവളുടെ ഇൻട്രസ്റ്റഡ് റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ദിവസം അമ്മ നോക്കുമ്പോൾ ഈ കുട്ടി അമ്മ പറയാതെ തന്നെ പുസ്തകമൊക്കെ എടുത്ത് തകർത്ത് പഠിക്കും 3 മണിക്കൂർ കണ്ടിന്യൂസ്. അമ്മയ്ക്ക് സന്തോഷമായി, മനം നിറഞ്ഞു. അമ്മ പോയി പറയാണ്, നീ ഇന്ന് അമ്മ പറയാതെ തന്നെ ഇരുന്ന് പഠിച്ചിട്ട്, അതുകൊണ്ട് പാത്രം ഞാൻ കഴിക്കോളാം, നീ റെസ്റ്റ് എടുത്തു. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ കുട്ടിക്ക് എന്ത് മനസ്സിലായി? പാത്രം കഴുകലിൽ നിന്ന് രക്ഷ ഉണ്ടെങ്കിൽ നാളെ തൊട്ട് അമ്മ പറയുന്നതിന് മുമ്പേ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു എ ഗുഡ് ബിഹേവിയർ അല്ലേ? ഇനി പണിഷ്മെൻറ്റ്. ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന സംഗതി എങ്ങനെ കൊടുക്കണം? 3 തരത്തിൽ കൊടുക്കാം. ഒന്ന്, എക്സ്റ്റിങ്ഷൻ എന്ന് പറയും തീരെ ചെറിയ കുട്ടികൾക്ക്. എക്സ്റ്റിങ്ഷൻ അത് മനസ്സിലാക്കാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ കമൻ്റടി എന്ന് പറയുന്നൊരു കലാരൂപം പണ്ട് നിലനിന്നിരുന്നു, അറിയാമല്ലോ അല്ലേ? ചേട്ടന്മാരിങ്ങനെ 2 സൈഡിലും ഇരിക്കും, പെൺകുട്ടികൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. ചില പെൺകുട്ടികൾ കരയും, കമൻറ്റേറ്ററിന് പ്രോത്സാഹനമാണ്. ചിലർ ചിരിക്കും, ഡെഫിനറ്റ്ലി എൻകറേജ്മെൻ്റാണ്. ചിലർ ചീത്ത വിളിക്കും, അതും എൻകറേജ്മെൻ്റാണ്. എനി റെസ്പോൺസ് ഇസ് എൻ എൻകറേജ്മെൻറ്റ്. ചില കുട്ടികൾ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കല്ല് പോലെ നടക്കും. 2 ദിവസം കഴിഞ്ഞ് പറയട്ടെ അവൾ ചെവി കേട്ടൂടെ പൊട്ടിയാണ് എന്ന് പറയും. എന്നിട്ട് പിന്നെ അതിനെ ശല്യം ചെയ്യുന്ന നിർത്തും. ഇതാണ് എക്സ്റ്റിങ്ഷൻ. ഡോണ്ട് ഗിവ് എനി റെസ്പോൺസ് ടു ആൻ അൺഡിസയറബിൾ ബിഹേവിയർ, ഇറ്റ് വിൽ ഡൈ ഡൗൺ. ഇപ്പോൾ വീട്ടിൽ കിടന്ന് ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന കുട്ടി ഒരു പ്രാവശ്യം പറയുക, എൻ്റെ ഈ പൈസ ഇല്ല, ഞാൻ വാങ്ങിത്തരാം. പിന്നെ ആ വഴിക്കേ പോവാതിരിക്കും. കരഞ്ഞ് കരഞ്ഞ് ചത്തുപോകും. അത് സംഭവിക്കത്തില്ല. കുട്ടിക്ക് മറ്റ് ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ ഒന്നും ജന്മനാ വൈകല്യം ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞാൽ ചാകാനൊന്നും പോകുന്നില്ല. 3-4 ദിവസം കരയും, ബഹളം വെക്കും, ഒച്ച വെക്കും, ഒന്നും വർക്കൗട്ട് ആവുന്നില്ലാത്ത കാണും. പിന്നെ എന്തിനാ ഇത്രയും ഊർജ്ജം ചെലവഴിച്ച് ഈ അഭ്യാസം കാണിക്കുന്നത്? ഹി വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് അതർ സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതാണ് എക്സ്റ്റിങ്ഷൻ. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ഇസ് പാസീവ് പണിഷ്മെൻറ്റ്. പാസീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ കുട്ടി ആഗ്രഹിക്കുന്ന ചിലതുമായിട്ട് ക്ലബ് ചെയ്ത് പറയണം. 2 മണിക്കൂർ പഠിച്ചാൽ അതിന് ശേഷം 1 മണിക്കൂർ നിനക്ക് മൊബൈൽ കളിക്കാൻ തരും. ദിസ് ദ എഗ്രിമെൻറ്റ്. ഒരു ദിവസം വാശി കാണിച്ച് പഠിക്കുന്നില്ല, വേറെ ഒന്നും പറഞ്ഞു, പഠിക്കാത്തതുകൊണ്ട് ഇന്ന് നിനക്ക് മൊബൈലില്ല. ഒച്ച വെക്കരുത്, ചീത്ത വിളിക്കരുത്, അടിക്കരുത്, തെറി വിളിക്കരുത്, ഒരു ശബ്ദമലിനീകരണവും സൃഷ്ടിക്കരുത്. പവർഫുൾ പണിഷ്മെൻ്റാണത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നൊരു സാധനം കിട്ടുന്നില്ല. ബഹളം വെക്കും, കരയും, പ്രതിഷേധിക്കും, ഭക്ഷണം കഴിക്കാതിരിക്കും, നടക്കും. നെക്സ്റ്റ് ഡേ തൊട്ട് ട്രാക്കിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ റൂട്ടാണ് ഈ ആക്റ്റീവ് പണിഷ്മെൻ്റ് എന്ന്. വഴക്ക് പറച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ. അത് ഈ പറഞ്ഞ പോലെ അല്ലേ, ഇപ്പോൾ വാർ നടന്നു, യുദ്ധം നടന്നു, ആദ്യത്തെ ദിവസം തന്നെ ന്യൂക്ലിയർ വെപ്പൺ തോണ്ടി അയച്ചു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ്. കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക അല്ലേ. ഇവിടെ ആരും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ടില്ല. ഉണ്ട്, ദാ വരുന്നു, വന്നു കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ കാര്യം പോക്കാണ് എന്ന് പറയുന്നതല്ലാതെ എടുത്ത് വിടുന്നില്ല. അടി ഷുഡ് ബി സംതിങ് ലൈക്ക് ദാറ്റ്, നോട്ട് ടു ബി യൂസ്ഡ്. പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നോട്ടെ. ഫിയർ ഓഫ് ഗെറ്റിംഗ് ബീറ്റൻ അത് ഉപയോഗിക്കാം, പക്ഷേ കഴിയുന്നത്ര ഈ അടിക്കുക എന്നുള്ളത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹോപ്പ് ദ ആൻസർ ഇസ് ക്ലിയർ. ഇത് പലപ്പോഴും ഈ മാതാപിതാക്കൾ കുട്ടി ഇന്നതൊക്കെ കഴിക്കണം നമ്മൾ തീരുമാനിക്കും. അത് കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ഫുഡാകണമെന്ന് നിർബന്ധമില്ല. കുട്ടിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണമാണ്. നമുക്ക് കുട്ടിയെ കാണിക്കുന്ന പീഡിയാട്രീഷ്യനോടൊരു വാക്ക് ചോദിക്കാം. ചോറ് കൊടുക്കുന്നു, കഴിക്കുന്നില്ല, എന്ത് ചെയ്യും? ഡോക്ടർ കൃത്യമായിട്ട് സജസ്റ്റ് ചെയ്ത് തരും. നല്ല ടേസ്റ്റ് ഉള്ളതും എന്നാൽ കുട്ടിക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്നതും ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതൊരു പക്ഷേ പേരയ്ക്കയായിരിക്കാം, മാങ്ങയായിരിക്കാം, എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് പലപ്പോഴും 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക. അത് വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങ് നടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ തന്നെ ലേസും ബാക്കി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ദേ വിൽ ഗ്രോ പാരലൽ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. ആ ഒരു ലെവലിലേക്ക് പോകും. അപ്പം അതിന് നിൽക്കാതെ അളവ് ഇത്തിരി കുറഞ്ഞാലും നമ്മൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് അകത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അത് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ കൊടുക്കാവുന്ന ചില ഫ്രൂട്ട് ജ്യൂസസിൻ്റെ രൂപത്തിൽ കൊടുക്കാം. പ്രോട്ടീൻ കലർന്നിട്ടുള്ള പലതരം സംഗതികൾ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തന്നെ വേണമെന്നില്ല, കുട്ടിക്ക് കൊടുക്കാം.
ഇപ്പോൾ മുട്ടയുടെ വെള്ള എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ്. അതിനെ പല രൂപത്തിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരല്പം ടേസ്റ്റ് കൂടുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് മിനിമലി ഒന്ന് സ്പൈസ് അപ്പ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒരു കാരണവശാലും കുട്ടി കഴിക്കുന്നില്ല എന്ന് കരുതി ഈ ജങ്ക് ഫുഡ് ഒരു എളുപ്പ വഴിയായിട്ട് പരിഹരിക്കാനായിട്ട് കൊടുക്കരുത്. കാരണം ഇന്നലെ ഞാൻ കണ്ടൊരു കുട്ടി, 8 വയസ്സുള്ള കുട്ടി, ഗ്രേഡ് 1 ഫാറ്റി ലിവർ, അത്യാവശ്യം നല്ല തടിയുണ്ട്. 8 വയസ്സിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് ആരോഗ്യകരമായൊരു സംഗതിയല്ല. കാരണം ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ കാർബോഹൈഡ്രേറ്റ് വലിയ അളവിൽ ചെല്ലുകയും ശരീരം അനങ്ങാതിരിക്കുകയും, ഇത് രണ്ടും കൂടെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന കാര്യമാണ്. കുട്ടി ഓടിക്കളിച്ച് ശരീരമൊക്കെ വേർത്ത് കഴിഞ്ഞാൽ എന്ത് കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. ഈ പറയുന്ന സാധനങ്ങൾ കാർബോഹൈഡ്രേറ്റ് ഹൈ ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പക്ഷേ കുട്ടി എന്തും കഴിക്കുന്ന കുട്ടിയാണ്. അമ്മ വളരെ ഹാപ്പിയാണ് കുട്ടിയെ കൊണ്ട്. എന്ത് കൊടുത്താലും കഴിച്ചോളൂ. ചോറൊക്കെ എത്ര വേണേലും കഴിച്ചോളൂ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഈ ചോറെന്ന് പറയുന്ന പണ്ട് ഇത്രയും കഴിക്കുന്ന പൂർവികരുണ്ടായിരുന്നു. അതിന് ശേഷം പോയി തൂമ്പയെടുത്ത് കിളയ്ക്കുമായിരുന്നു, അല്ലേ? ഇപ്പോൾ നമ്മളതൊന്നും ചെയ്യാറില്ല. പക്ഷേ അളവ് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ എപ്പോഴും ഒരു ഫുഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന സാധനം ചെറുപ്പത്തിലെ കുട്ടികളെ പരിചയപ്പെടുത്തണം. അതായത് ഈ ഒരുപാട് ചോറ് അല്ലെങ്കിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കൊടുക്കാതെ മൊത്തം ഫുഡിൻ്റെ 4/1 മാത്രമായിട്ട് കാർബോഹൈഡ്രേറ്റ് ചോറിനെ പരിമിതപ്പെടുത്തുക. ബാക്കി 4/1 ക്യാൻ ബി പ്രോട്ടീൻസ്. ഇപ്പോൾ നോൺ വെജ് ആണെങ്കിൽ കറി വെച്ച കോഴി ഇറച്ചി, കറി വെച്ച മീൻ, അങ്ങനത്തെ സംഗതികൾ. വറുത്തതും കരിച്ചതും ഒന്നും അല്ലാത്ത ഏത് ഫോർമാറ്റിലുള്ളതുമാവാം. റെഡ് മീറ്റ് കഴിയുന്നത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ബാക്കി ഒരു 4/1. ഫ്രൂട്ട്സ് വിത്ത് ഫൈബേഴ്സ് ബാക്കിയുള്ള 4. ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് തുടങ്ങാൻ പറയണം ആദ്യം. കാരണം പലപ്പോഴും തിരിച്ചാണല്ലോ, അല്ലേ? എവിടെയെങ്കിലും ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതെല്ലാം വെട്ടി വിഴുങ്ങിയിട്ട് അവസാനം കുറച്ച് ഫ്രൂട്ട്സ് ഇരിക്കും, അല്ലേ? അങ്ങനല്ലേ? തിരിച്ചാണ് ചെയ്യേണ്ടത്. കാരണം ഫ്രൂട്ട്സിൽ ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഫൈബർ അകത്തോട്ട് ചെന്നാൽ ആവശ്യമില്ലാതെ ഗ്ലൂക്കോസ് അബ്സോർപ്ഷനും ഫാറ്റ് അബ്സോർപ്ഷനും നടക്കുന്നത് കുറയ്ക്കുന്നത് തൊട്ട് ക്യാൻസറിൻ്റെ ഒരു പ്രിവലൻസ് കുറയ്ക്കുന്ന വരെ പല കാര്യങ്ങളും ചെയ്യും. ഈ ഒരു ഓർഡറിൽ തന്നെ, ഈ ഒരു പാറ്റേണിൽ തന്നെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. കുട്ടിക്ക് 40 വയസ്സായിട്ട് ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം. 40 വയസ്സ് വരെ ഒന്നും ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 8 വയസ്സിലും 15 വയസ്സിലും ഒക്കെ ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ഒക്കെ ഫാറ്റി ലിവർ കാണുന്ന ഒരു കാലമാണ്. ഇതായിരിക്കും ഒരു നല്ലത്. താങ്ക് യു. 2 കാര്യങ്ങളാണ് ഇതിൽ. ഒന്ന്, ഈ കോൺഫിഡൻസ് ലെവൽ കുറയുന്നതിന് 2 കാരണങ്ങൾ. ഒന്ന് ജനറ്റിക് റീസൺസ് ആണ്. ജനിതകമായിട്ട് പാരമ്പര്യമായിട്ട് ബേസിക്കലി ആങ്ഷ്യസ് ആണ് പേരൻസ് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി എങ്കിൽ അങ്ങനെ ആകാം. അല്ലെങ്കിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു അൺപ്ലസൻറ്റ് ഇവൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അത് വീട്ടിലാകാം, സ്കൂളിലാകാം. വേർ ദ ചൈൽഡ് വാസ് ഹ്യൂമിലിയേറ്റഡ്, അവൻ അപമാനിക്കപ്പെടുകയും എല്ലാവരും കളിയാക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തൊരു ഇൻസിഡൻറ്റിന് വളരെ ആഴത്തിലുള്ളൊരു സ്വാധീനം ഉണ്ടാക്കി. അത് കഴിയുമ്പോൾ ഒരു മടി വരുന്നൊരവസ്ഥ. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ടി എഴുന്നേറ്റാൽ ആൾക്കാർ ചിരിക്കും. സ്റ്റേജിൽ കയറിയെന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ പോക്കറി കാണിക്കും. യൂസ് ടു ബി ദ സ്റ്റോറി. അപ്പോൾ ഇവിടെ അതിന് പരിഹരിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, വീട്ടിൽ വെച്ച് ചെറിയ ചില ട്രെയിനിങ്സ് കൊടുക്കുക. പത്രം വായിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിച്ച് അതിൻ്റെ സംക്ഷിപ്ത രൂപം വെറുതെ പറയാൻ പറയും. ഇറ്റ്സ് നോട്ട് എ ഹാർഷ് എക്സർസൈസ്, ഇറ്റ്സ് ജസ്റ്റ് ആൻ എൻ്റർടൈനിങ് കോൺവെർസേഷൻ എന്നുള്ള നിലയിൽ കുട്ടിയെ കൊണ്ട് വെറുതെ പറയിക്കുക. എന്നിട്ട് നമുക്ക് പറയാനുള്ളതും കൂടെ അതിനെക്കുറിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു ഡിസ്കഷനാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് വരും. അതൊരു പക്ഷേ പാകിസ്ഥാനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഈ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, പുതിയതായിട്ട് ഇറങ്ങിയൊരു സിനിമയുടെ കാര്യം. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ നിന്ന് ഡിസ്കഷൻ തുടങ്ങുക. അവന് പറയാനുള്ളത് ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ച്, സിനിമയുടെ കഥ ഒന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില കുട്ടികൾ ഈ ടെൻഷൻ കൂടുതലും കോൺഫിഡൻസ് കുറവുള്ള കുട്ടികൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണേണ്ടി വരത്തില്ല. അത്ര ഗ്രാഫിക്കായിട്ട് പറയും. പക്ഷേ അത് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് കൊടുക്കണം, എൻകറേജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങാവുന്നൊരു കാര്യമാണ്. അത് കുറച്ച് നാളൊരു 3 months ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സ്കൂളിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ ജസ്റ്റ് ആസ്ക് ഹിം ടു ഗോ ആൻഡ് ടോക്ക്. പ്രൈസ് വേണ്ട, നമുക്ക് മത്സരബുദ്ധിയെ വേണ്ട. കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ എല്ലാത്തിലും മത്സരബുദ്ധി കലർത്തിയാണല്ലോ ചെയ്യുന്നത്, അല്ലേ? ഒരു കലാരൂപം പരിശീലിപ്പിച്ചാൽ തന്നെ ഇത് യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് വാങ്ങിച്ചു. ഓട്ടത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ്. നമുക്കിതൊന്നും വേണ്ട. യു ജസ്റ്റ് എൻജോയ് ദ പ്രോസസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദാറ്റ് ആർട്ട് ഫോം. ദാറ്റ്സ് ഇറ്റ്. അത്ര മാത്രം ചെയ്താണ്. നമുക്ക് ഒരു പ്രൈസും വാങ്ങിച്ചുകൊണ്ട് വരണ്ട. നീ ലാസ്റ്റായി പോയി, ഗുഡ്, നീ അവിടെ സ്റ്റേജിൽ പോയി പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം.
പറ്റുമെങ്കിൽ ഈ പറയുന്ന ആ പരിപാടി നടക്കുന്ന ദിവസം ജസ്റ്റ് ഒന്ന് പോവുക. ഏതെങ്കിലും ഒരു പേരൻറ്റ് പോയിട്ട് കുട്ടിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്തൊന്ന് ഇരുന്നിട്ട് ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ക്ലാപ്പ് ഈവൻ ഇഫ് ഹിസ് പെർഫോമൻസ് ഇസ് ആബ്സല്യൂട്ട്ലി ക്രാപ്പ്. കോൺഫിഡൻസ് മനസ്സിലായി? കാരണം കുറച്ച് പേര് ഈ കുട്ടിയെ വലിച്ച് താഴെ ഇടാൻ കാണും. അതിൽ ക്ലാസ്മേറ്റ്സ് കാണും, ചില ടീച്ചേഴ്സ് കാണും, ഒക്കെ ഉണ്ടാവും. ടീച്ചറിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ സ്റ്റേറ്റ് ലെവൽ യൂത്ത് ഫെസ്റ്റിവലിന് ഏറ്റവും മികച്ച ആൾ പോകണം എന്നുള്ളതായിരിക്കും. അത് അവരുടെ താല്പര്യം. നമുക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. നമുക്ക് നമ്മുടെ ആൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വെക്കണം. ജസ്റ്റ് വർക്ക്സ്. അങ്ങനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുകയും ചെയ്യും. അവർക്ക് നിങ്ങളോടൊരു വലിയൊരു അറ്റാച്ച്മെൻറ്റും വരും. അതൊരിക്കലും ഒരു മറക്കത്തില്ല. ഒരു ഭാവിയിൽ അത് പറയുകയും ചെയ്യും. നാളെ ഒരു വലിയ ലെവലിലൊക്കെ എത്തുമ്പോൾ പറയും എൻ്റെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാനതിനെ മറികടന്നത് +2 പഠിക്കുന്ന കാലം വരെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. മെഡിക്കൽ കോളേജ് വന്ന ശേഷമാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രാറ്റജി വാസ് ദാറ്റ് അവിടെ ഫസ്റ്റ് ഇയറിലൊക്കെ വരുമ്പോൾ ചില ടോപ്പിക്കുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യണം. കയ്യും കാലും വിറച്ചിട്ട് വയ്യ. അവിടെ പോയി നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കോക്കറി കാണിക്കും. അതോടുകൂടി നമ്മൾ പോകും. അത് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ഭിത്തിയുണ്ട് പുറകിൽ. നമ്മളോട് പോക്കറി കാണിക്കാത്തൊരു സ്ഥലമില്ല. ആദ്യത്തെ 5 മിനിറ്റ് ഇങ്ങോട്ട് നോക്കിയായിരിക്കും പറയും. ഒരു ആദ്യത്തെ 2 മിനിറ്റ് പവറും, സൗണ്ട് കുറയും, വോയിസ് ക്രാക്ക് ചെയ്യും, ആപ്പീസ് പൂട്ടുന്നൊരു തോന്നൽ വരും. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ മിനിറ്റ് ആകുമ്പോൾ പതുക്കെ ഒരു ട്രാക്ക് വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫ്ലോ അങ്ങ് വരും. നമ്മൾ നോക്കുമ്പോൾ എല്ലാ എണ്ണം ഇങ്ങനെ ഇരിക്കുന്നു. വി ഫീൽ കോൺഫിഡൻറ്റ്. ദാറ്റ് മോമെൻറ്റ് വിൽ ബ്രേക്ക് ദ പ്രോബ്ലം ഫോർ അസ്. ഇങ്ങനെ പോവുകയാണ്. താങ്ക് യു. ഒറ്റ കുട്ടി ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. ഞാനൊരു ഒറ്റ കുട്ടിയായിരുന്നു. സോ ഈ പറഞ്ഞ കോൺഫിഡൻസ് കുറവടക്കം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ സ്വാർത്ഥത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സാധനം ഇങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വല്ലാതെ വിഷമം വരും. അവധിക്കാലത്തൊക്കെ ചിലപ്പോൾ കസിൻസൊക്കെ വരും. അവരുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്ത് നമ്മളൊന്ന് വാമപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് തിരിച്ചു പോകേണ്ട സമയം അത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ട്രൈ ടു ബി ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് യുവർ ചൈൽഡ്. കുറച്ച് എക്സ്ട്രാ ടൈം തന്നെ സ്പെൻഡ് ചെയ്യണം. അവൻ്റെ നിലവാരത്തിലോട്ട് വന്ന് സംസാരിക്കണം. അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ടോളറൻ്റായിട്ട് കേട്ടുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യണം. 2, എൻകറേജ് ഹിം ടു മേക്ക് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരില്ല. കാരണം എപ്പോഴും ആക്റ്റീവായി നടക്കുന്ന കുറച്ച് കുട്ടികൾ കാണും. അവരുമായി ഫ്രണ്ട്സ് ആവാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യം കാണും. ചിലപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഫ്രണ്ടാവാൻ ഇവൻ ആഗ്രഹം കാണും. പക്ഷേ അയാൾ ചിലപ്പോൾ പുച്ഛിച്ച് വിടും. സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആക്റ്റീവായ ആളിനെ ഒന്നും ഫ്രണ്ട് ആക്കണ്ട. ഏറ്റവും മിടുക്കനും ഏറ്റവും ബുദ്ധിമാനൊന്നും വേണമെന്നില്ല. നമുക്ക് ഒരാൾ മതി. നമ്മൾ പറയുന്ന കേൾക്കാൻ റെഡിയായിട്ടുള്ള, നമുക്ക് കേട്ടിരിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരാൾ. ട്രൈ ടു ഡെവലപ്പ് ദാറ്റ്. ആ ഇൻ്ററാക്ഷൻ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തതിലേക്ക് പോകുക. വീട്ടിനടുത്ത് കളിക്കാനുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സെയിം ഏജിലുള്ള മറ്റു കുട്ടികളുമായിട്ട് കളിക്കാം. ഇങ്ങനെ സ്ലോലി ലെറ്റ് ഹിം ഡെവലപ്പ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ 2-3 പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുക്കണം. യു ആർ നോട്ട് ഇൻ ദിസ് വേൾഡ് ടു റൈസ് അപ്പ് ടു ഹിസ് എക്സ്പെക്റ്റേഷൻ. ഹീ ഈസ് നോട്ട് ഇൻ ദിസ് വേൾഡ് ടു റൈസ് അപ്പ് ടു യുവർ എക്സ്പെക്റ്റേഷൻ. ഇഫ് യു ഡിസ്കവർ ഈച്ച് അതർ ബൈ ചാൻസ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതർവൈസ് ഇറ്റ് കാൺട്ട് ബി ഹെൽപ്ഡ്. നമ്മൾ അയാളുടെ താല്പര്യത്തിന് ഉയരാനല്ല ജീവിക്കുന്നു, അതുപോലെ അയാൾ നമ്മുടെ താല്പര്യത്തിന് ഉയരാനുമല്ല. ചിലപ്പോൾ നമ്മൾ പരസ്പരം കണ്ടെത്തി എന്നിരിക്കും നമുക്ക് നല്ലൊരു വേവ് ലെങ്ത് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മനോഹരം. ഇല്ലെങ്കിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് പേഴ്സൺ. ഇതാദ്യമേ ഒന്ന് ചെയ്തേക്കണം. കാരണം റിജക്ഷൻ അവർക്ക് വിഷമം ഉണ്ടാക്കുന്നത്. റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം എപ്പോഴും ഈ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്നവന് കുറച്ച് കൂടുതൽ ഫ്രണ്ട്സ് കാണും. കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പോവുക, സിഗരറ്റ് വലിക്കുക, മദ്യപിക്കുക, കഞ്ചാവ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗാങ് ഫോംസ്. ഇത്തരം രീതികളില്ലാതെ ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം, ഇത്തരം വ്യക്തികളുമായിട്ടൊക്കെ സൗഹൃദമാകാം വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദർ അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ്. ഒരു പാർട്ടിക്ക് പോകുന്നു, ഇവിടെ ഇരിക്കുന്നു, എല്ലാവരും കള്ളു കുടിക്കുന്നു. നിങ്ങളൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്ത് അതിൽ 2 ഐസും കൂടി ഇട്ടിട്ട് സ്റ്റൈലിഷായിട്ട് അവർക്ക് കമ്പനി കൊടുത്തുള്ളൂ, നോ പ്രോബ്ലം. ട്രൈ നോട്ട് ടു ഡ്രിങ്ക്. അത് മതി. ഇത് തുടക്കത്തിലെ ഫസ്റ്റ് ഡേയിൽ തന്നെ അങ്ങനെ ചെയ്താൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം യുവർ ഫ്രണ്ട്സ് വിൽ ആക്സെപ്റ്റ് യു ആസ് യു ആർ. നിങ്ങളായിട്ട് തന്നെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാം. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കുടിക്കത്തില്ല.
പക്ഷേ നല്ല കമ്പനിയാണ് വന്നിരുന്ന് നമ്മുടെ അടുത്ത് വളവള വർത്താനമൊക്കെ പറഞ്ഞു. കമ്പനി എൻ്റർടൈനിങ് ആണെങ്കിൽ കള്ളു കുടിച്ചില്ലെങ്കിൽ ദെയിൽ ടോളറേറ്റ്, അതാണ് സത്യം. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഈ സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് അവർ സമ്മതിക്കില്ല. ദാറ്റ് വിൽ ക്രിയേറ്റ് എ പ്രോബ്ലം. സോ ട്രൈ ടു ബി യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാ കുറവുകളോടും അംഗീകരിച്ചുകൊണ്ട് വരുന്ന സുഹൃത്തുക്കളെ നമുക്ക് ചേർത്ത് നിർത്താം. ബാക്കിയുള്ളവരോടെല്ലാം പരിചയം. You can develop an acquaintance with maximum number of people, develop friendship with a handful of people.